ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫീലുൽ മാദി അൽ മഅറൂഫ് അൽ മൻഫി അല്ല മുസ്ബത്ത് മാദി മഅറൂഫ് മുസ്ബത്ത് ആയിരുന്നു നമ്മൾ പഠിച്ചത്. മാദി മഅറൂഫ് മുസ്ബത്ത് എന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരാളൊരു കാര്യം ചെയ്തിരുന്നു, പാസ്റ്റിൽ ഒരാളൊരു കാര്യം ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫീലാണ് ഫഅല എന്ന് പറഞ്ഞത്. അതാണ് മാദി മഅറൂഫ് മുസ്ബത്ത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് പറയാ? അപ്പൊ അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, സബ്ജക്റ്റ് കുറെ ആൾക്കാർ ചെയ്താല്, സ്ഥലത്തുള്ള ആൾക്കാർ ചെയ്താല്, സ്ഥലത്തില്ലാത്ത ആൾക്കാർ ചെയ്താല്, ഗായിബാവുമ്പോ, ഹാദിറാവുമ്പോ, അതുപോലെ വഹദാൻ ആവുമ്പോ, തസ്നിയ ആവുമ്പോ, ജം ആവുമ്പോ, അതിൽ തന്നെ മുദക്കർ ആവുമ്പോ, മുഅന്നസ് ആവുമ്പോ, പിന്നെ മുത്തക്കല്ലിം ആവുമ്പോ, ഇങ്ങനെയുള്ള പല വ്യത്യസ്ത തരം കാര്യങ്ങൾ എന്തായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തുടർച്ച തന്നെയാണ്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന വിഷയമാണ്. നമ്മൾ ആദ്യം നമ്മൾ സർഫാക്കി പഠിച്ചു അല്ലെ? ഫഅല എന്നത് സർഫാക്കി പഠിച്ചു. അതേപോലെ തന്നെ അതിനുള്ള സബ്ജക്റ്റുകൾ മാത്രം നമ്മൾ വേർതിരിച്ച് പഠിച്ചിരുന്നു. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു എന്ന് തുടങ്ങിയിട്ട് സബ്ജക്റ്റുകൾ ഇത് മാത്രം നമ്മൾ പഠിച്ചിരുന്നു. അതിന് 3 വീതമുള്ള പെയറായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഗായിബായ മുദക്കറിന് വേണ്ടിയിട്ടുള്ള 3 അതിൽ തന്നെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഓക്കെ, പിന്നെ ഗായിബായ മുഅന്നസിന് വേണ്ടിയിട്ടുള്ള 3, പിന്നെ മുദക്കറിന് വേണ്ടിയിട്ടുള്ള ഹാദിറായ മുദക്കറിന് വേണ്ടിയിട്ടുള്ള 3, പിന്നെ ഹാദിറായ മുഅന്നസിന് വേണ്ടിയിട്ടുള്ള 3, പിന്നെ മുത്തക്കല്ലിമിന്റെ 2 ഫീലുകൾ ളൊമീറോളം. ഇങ്ങനെ മൊത്തത്തിൽ 14 എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ ആക്ടിവിറ്റീസിൽ വ്യത്യസ്തമായ ഫീലുകൾ ഉണ്ടായിരുന്നു. നോക്കി, പഠിച്ചു, ഇരുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഫീലുകൾ. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ പ്രാക്ടീസിൽ പറഞ്ഞു. പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഈ വിഷയത്തിന്. എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാവും. അതേപോലെ അറബിയിൽ ഇബാറത്തുകളൊക്കെ കാണുമ്പോൾ ഇതിന്റെ അർത്ഥം ഞാൻ പഠിച്ചതാണല്ലോ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് മാദി മഅറൂഫ് മുസ്ബത്ത് ആയിരുന്നു അല്ലെ? മാദി മഅറൂഫ് മുസ്ബത്ത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യത്തെ പറ്റി സൂചിപ്പിക്കാനാണ്. അതന്നെ മഅറൂഫാണ്. മഅറൂഫും മജ്ഹൂലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞല്ലോ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റിന് അറിയാവുന്നതായിരുന്നു. ഓക്കെ, ഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു, അപ്പൊ ചെയ്ത ആളാരാന്ന് അറിയാം, അപ്പൊ അതിനാണ് ഫഅല എന്ന് പറയാം. ഈ ഫുഇല എന്ന് പറഞ്ഞാല് ഇനി മജ്ഹൂല് പറഞ്ഞ വേറൊരു വിഷയമുണ്ട്, ചെയ്തില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ മഅറൂഫായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ഫസ്റ്റിലാണ്, അടുത്തൊരു ചാപ്റ്റർ ആണ്. ഇതിൽ പറയുന്നത് അൽ മാദി അൽ മഅറൂഫ് മൻഫി. മാദി മഅറൂഫ് മൻഫിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് മാദി മഅറൂഫ് മുസ്ബത്ത് ആയിരുന്നു. ഇവിടെ മാദി മഅറൂഫ് മൻഫിയാണ്. അപ്പൊ തമ്മിലുള്ള മാറ്റം എന്താ? മാദി മഅറൂഫും ഈക്വൽ ആണ്, രണ്ടിലും ഉണ്ട്. മാദി മഅറൂഫ് എന്ന് പറഞ്ഞാൽ മാദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായ ഒരു ഫീലാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാല് അതിൽ ഫായിൽ അറിയപ്പെട്ടതാണ്, മീൻസ് ചെയ്ത ആൾ ആരാണെന്ന് അറിയാം. അത് ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് അല്ല. ഇനി മൻഫി ആണുള്ളത്. അപ്പൊ മറ്റേതിൽ മുസ്ബത്തായിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ മൻഫി ആയി. മൻഫി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? യെസ്, നെഗറ്റീവ് ആണ്. അപ്പം മുസ്ബത്തായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. ഒരാൾ ചെയ്തു, വന്നു, ഇരുന്നു, പോയി എന്ന് തുടങ്ങിയതിന് എങ്ങനെ യൂസ് ചെയ്യാന്നാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നത്. ഇവിടെ മൻഫി ആയി. മൻഫി എന്ന് പറഞ്ഞാല് നഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് ആയി. അപ്പോ ഫഅല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അർത്ഥം എന്ന് അറിയാം. ഒരാള് ഭൂതകാലത്തിൽ ഒരു കാര്യം ചെയ്തു,
ഒരാളൊരു കാര്യം ചെയ്തു എന്നാണ് അർത്ഥം. ഇനി അതേ അർത്ഥത്തെ ആ ഒരു ഫീലിനെ നമ്മൾ ചെയ്തില്ല എന്നാക്കണം. അതിനെന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതാ അറത്ത അൻ തംഫിയൽ മാദിയൽ മഅറൂഫ, മാദി മഅറൂഫായ ഒരു ഫീലിനെ നീ ഉദ്ദേശിച്ചാൽ, എന്താക്കാൻ ഉദ്ദേശിച്ചാൽ, അൻ തംഫിയ നഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ, നെഗറ്റീവായിട്ട് പറയാൻ നീ ഉദ്ദേശിച്ചാൽ, വൈദാറത്ത എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിച്ചാൽ, അൻ തംഫിയൽ മാദിയൽ മഅറൂഫ, മാദി മഅറൂഫിനെ നഫി ചെയ്യാൻ നീ ഉദ്ദേശിച്ചാൽ, ഫസിദ് അപ്പൊ നീ അധികരിപ്പിച്ചോ, ഫി അവലിഹി അതിന്റെ ആദ്യത്തിൽ നീ അധികരിപ്പിച്ചോ, മാ മാ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇല്ലേ, മാ എന്നൊരു കാര്യം ഒരു വേർഡ് ഒരു ഒരു ലെറ്ററിന്റെ മുകളിൽ എന്തായാലും മുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും, അതിന്റെ അർത്ഥം നെഗറ്റീവ് ആവും എന്നാണ് പറഞ്ഞത്. മിസ്ലു ഇതുപോലെയാണ്, മാ ഫഅല, കണ്ടോ, മാ ഫഅല, മാ ഫഅല, അതേപോലെ മാ ഫഅല, മാ ഫഅല എന്ന് പറഞ്ഞത്, മാ ഫഅലന്റെ അർത്ഥം എങ്ങനെ വരിക, ഫഅല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരാൾ അവൻ ചെയ്തു എന്ന് അർത്ഥം. മാ ഫഅലന്റെ അർത്ഥം എന്താ വരിക, അവൻ ഒരു പുരുഷൻ ചെയ്തില്ല എന്നാണ് മാ ഫഅലിന്റെ അർത്ഥം വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഈ സർഫ് നോക്കുമ്പോൾ ഇവിടെ ഒരു ലെറ്റർ മാത്രമാണ് കൂടുതലുള്ളത്. മുമ്പ് മാ എന്നുള്ള ഒരു ലെറ്റർ കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി, ഫഅലയോട് കൂടെ മാ വരുമ്പോ മാ ഫഅല എന്നാകുമ്പോ ചെയ്തു എന്നുള്ള സാധനം ചെയ്തില്ല എന്നാവും. ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ അവനൊരു പുരുഷൻ ചെയ്തു, പിന്നെ അവർ 2 പുരുഷന്മാർ ചെയ്തു, ഈ കാര്യത്തിൽ ഒന്നിനും വ്യത്യാസമില്ല. പക്ഷെ ഈ ചെയ്തു എന്ന പോസിറ്റീവ് അർത്ഥം മാറിയിട്ട് നെഗറ്റീവ് അർത്ഥമായിട്ട് മാറും. അതാണ് ഇവിടെ ഉള്ള മാറ്റം. ഓക്കെ, ഇനി ഇതിന്റെ മീനിങ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഫീൽ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അതേ സാധനങ്ങൾ തന്നെ ഇവിടെ ഉള്ളത്. ഒരു സാധനം മാത്രം മാറ്റം ഉണ്ടാവും. അതെന്താണ്, ഇത് മംഫിയാണ്, മറ്റേത് മുസ്ബത്താണെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫീല് മാലി, ഇത് ഫീല് മാലിയാണ്, മാറൂഫാണ്, മംഫിയാണ്, മറ്റേ മുസ്ബത്തിന് പകരം ഇവിടെ മംഫിയായി. പിന്നെ അതിനുള്ള ലമീർ പറയാണ്, ലിദ്ദക്കരിൽ ഗായിബി, ഇത് ഒരു പുരുഷൻ, ഗായിബായ അവിടെ സ്ഥലത്തില്ലാത്ത ഒരു പുരുഷനെ വേണ്ടി പറയുന്ന ഒരു ഫീലാണ്. ലമീറുഹു ഹുവ, ഇതിലുള്ള ലമീർ ഹുവ എന്നാണ്. ഓക്കെ, അപ്പോ മാ ഫഅലന്റെ അർത്ഥം എന്ത് വന്നു, അവനൊരു പുരുഷൻ ചെയ്തില്ല എന്ന് വന്നു. ഇനി ആ ഫീല് തന്നെ താഴോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും. മാ ഫഅല എന്നാണ് നമ്മൾ പറഞ്ഞത്. മാ ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ചെയ്തില്ല. മാ ഫഅല എന്ന് പറഞ്ഞാൽ അവർ 2 പുരുഷന്മാർ ചെയ്തില്ല. മാ ഫഅലു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ ചെയ്തില്ല. ഇത് അതേ ഓർഡറിൽ തന്നെയാണ്. മാ ഫഅല, മാ ഫഅല, മാ ഫഅലു, മാ ഫഅലത്ത്, മാ ഫഅലത, മാ ഫഅൽന, മാ ഫഅൽത, മാ ഫഅൽതുമ, മാ ഫഅൽതും, മാ ഫഅൽതി, മാ ഫഅൽതുമ, മാ ഫഅൽതുന്ന, മാ ഫഅൽതു, മാ ഫഅൽന. ഓക്കെ, ഇതും എത്ര ഉണ്ട്, 14 ഉണ്ട്. ഇതിലും നമ്മൾ മുമ്പ് പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് സർഫാക്കി നോക്കൂ, മാ ഫഅല എന്നുള്ളത്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ 2 വട്ടം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം. എല്ലാവരുടെ അടുത്തും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, കിതാബില്ലേ? കിതാബ് ഇതിലുണ്ടായിരുന്നു. പി ഡി എഫ് പി ഡി എഫ് ഇല്ലേ, അത് നമ്മളെ ആപ്പിലുണ്ട്.
ഓക്കെ, അപ്പോ മാ ഫഅല എന്ന് പറഞ്ഞാല് അവന് പുരുഷൻ ചെയ്തില്ല എന്നർത്ഥം. മാ ഫഅല എന്ന് പറഞ്ഞാല് മാ ഫഅല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി മാ ഫഅലു എന്ന് പറഞ്ഞാലോ? മാ ഫഅലത്ത് എന്ന് പറഞ്ഞാല് മാ ഫഅലത്ത എന്ന് പറഞ്ഞാല് അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചില്ല. മാ ഫഅൽന എന്ന് പറഞ്ഞാലോ? ഓക്കെ, മാ ഫഅൽത്ത എന്ന് പറഞ്ഞാല് നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചില്ല. മാ ഫഅൽത്തുമ എന്ന് പറഞ്ഞാല് ഓക്കെ, മാ ഫഅൽത്തു എന്ന് പറഞ്ഞാലോ? മാ ഫഅൽത്തി നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചില്ല. ഇനി മാ ഫഅൽത്തുന്ന എന്ന് പറഞ്ഞാലോ? ഓക്കെ, മാ ഫഅൽത്തു എന്ന് പറഞ്ഞാല് ഞാൻ പ്രവർത്തിച്ചില്ല. ഞാന് ഞാന് പുരുഷനാണെങ്കിലോ പറയുന്നത്? പുരുഷൻ പുരുഷനാണെങ്കിൽ എങ്ങനെ പറയാ? മാ ഫഅൽത്തു എന്നാ പറയാ? അങ്ങനല്ല, പുരുഷനാണ് പറയണത് ഞാൻ പ്രവർത്തിച്ചില്ലാന്ന്. അപ്പൊ എങ്ങനെയാ പറയാ? ആഹാ. അപ്പൊ എങ്ങനെയാ വരിക? യെസ് യെസ് യെസ്, മാ ഫഅൽത്തു തന്നെയാണ് രണ്ടിനും പറയാം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മാ ഫഅൽത്തു എന്നാണ് ഞാൻ പ്രവർത്തിച്ചില്ല എന്നതിന് പറയാം. ഇനി ഞങ്ങൾ രണ്ടുപേർ പ്രവർത്തിച്ചില്ല എന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേർ പ്രവർത്തിച്ചില്ല, അതെങ്ങനെ പറയും? ആ ആ, അത് ചോദിച്ചേ. ഞങ്ങൾ രണ്ടുപേർ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി എങ്ങനെ? ഏത് മാ ഫഅൽന എന്ന് പറഞ്ഞാല് മാ ഫഅല മാ ഫഅല മാ ഫഅലു മാ ഫഅലത്ത് മാ ഫഅലത്ത മാ ഫഅൽന എന്ന് പറഞ്ഞതുണ്ട്, അതാണോ? പിന്നെ യെസ് യെസ് യെസ്, മാ ഫഅൽന എന്നാണ്. ഞങ്ങൾ രണ്ട് പേരാണെങ്കിലും ഞങ്ങൾ കുറെ പേരാണെങ്കിലും പ്രവർത്തിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാ ഫഅൽന എന്നാ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ താഴെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോ ഫീല് മാലി മഅറൂഫുൻ മൻഫിയുൻ, ഇത് മാലിയാണ്, മഅറൂഫാണ്, മൻഫിയാണ്. ലിൽ മുത്തക്കല്ലിമീൻ, ഇത് ആർക്കൊക്കെ പറഞ്ഞ ഫീലാണ്? ലിൽ മുത്തക്കല്ലിമീന, ലിൽ മുത്തക്കല്ലിമൈനി. മുത്തക്കല്ലിമൈനി പറഞ്ഞാൽ രണ്ടാൾക്കാര്. വലിൽ മുത്തക്കല്ലിമീന, മുത്തക്കല്ലിമീന എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാര്. ഇപ്പൊ രണ്ടാൾക്കാർക്കും പറയും, കുറെ ആൾക്കാർക്ക് പറയും. പിന്നെ ദുക്കൂരി വല്ലിനാസി, പിന്നെന്ത് പറഞ്ഞു? ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുള്ള രണ്ടായാലും രണ്ടിൽ കൂടുതലായാലും അവർക്ക് പറയുന്ന ഫീലാണ് ഇത്, ഈ മാ ഫഅൽന എന്നുള്ളത്. ഓക്കെ, ലൊമീറുഹു നഹ്നു, ഇതിന്റെ ലൊമീർ എന്താണ്? നഹ്നു എന്നതാണ്. അപ്പോൾ നമ്മള് തുടക്കത്തിലെ ക്ലാസ്സുകൾ എന്താക്കി? ഈ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി. നമ്മൾ എന്താണ് മുദക്കർ എന്താണെന്ന് പറഞ്ഞു, മുഅന്നസ് എന്താണെന്ന് പറഞ്ഞു, ഗായിബ് എന്താണ്, ഹാലിർ എന്താണ്, മുത്തക്കല്ലിം എന്താണെന്ന് പറഞ്ഞു, പിന്നെ മഅറൂഫ് എന്താണ്, മജ്ഹൂൽ എന്താണെന്ന് പറഞ്ഞു, പിന്നെ മുസ്ബത്ത് എന്താണ്, മൻഫി എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഇതോടുകൂടി റെഡി ആവണം. എന്നാലും ബാക്കിയുള്ളത് നമുക്ക് എന്തായി ഇതുപോലെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഈ ബേസിക് സാധനങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടോ ഒക്കെ ചോദിക്കാം. പഴയ ക്ലാസ്സുകൾ എടുത്ത് റെക്കോർഡ്സ് കേൾക്കാം. എന്തായാലും ഈ ബേസിക് സംഭവങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുദക്കർ എന്താണ്, മുഅന്നസ് എന്താണ്, ഗായിബ് എന്താണ്, ഹാദിർ എന്താണ്, മുത്തക്കല്ലിം എന്താണ്, പിന്നെ മഅറൂഫ് എന്താണ്, മജ്ഹൂൽ എന്താണ്,
മുസ്ബത്ത് എന്താണ്, മൻഫി എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ അതിലുള്ള ഓരോ ദമീറുകൾ, 14 ദമീറുകൾ ഉണ്ട്. 14 ദമീറുകൾ നമ്മൾ എഴുതി പഠിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അത് വന്നാലുള്ള അർത്ഥത്തിന്റെ മാറ്റം എന്താണ് എന്നും ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന രീതിയിൽ ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ധാരണ വേണ്ട കാര്യങ്ങൾ. അത് ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഇനി ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഓരോ ഫീൽഡിനും വരിക. നമ്മൾ കണ്ടില്ലേ, ആദ്യത്തെ ഫീൽ എന്തായിരുന്നു, ഫാല എന്നായിരുന്നു. അപ്പൊ അത് ഇവിടെ അത് മുസ്ബത്തായിരുന്നു. ഇവിടെ മംഫിയിലേക്ക് വന്നപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ മാ കൂടിയപ്പോൾ ഒരു അർത്ഥം മാറി. ആദ്യം അത് ചെയ്തു എന്നായിരുന്നു, ഇപ്പോൾ ചെയ്തില്ല എന്നായി അർത്ഥം. ഓക്കെ, ഇനി അപ്പൊ ഇത് ഇതല്ലേ നമ്മൾ ശരിക്കും നഹ്വ് പഠിക്കാത്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അതിന്റെ മേലിൽ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്, എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അതിനെന്തുണ്ട്, നമ്മളെ കിതാബിൽ തന്നെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, നക്തശിഫുൽ ഇജാബ, ഫസ്റ്റ് ആൻസർ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈഫ നുഹവ്വിലുൽ മാദിയൽ മുസ്ബത്ത് ഇലൽ മാദിയൽ മൻഫിയ. ഈ മാദി മുസ്ബത്തിനെ മാദി മൻഫി ആയിട്ട്, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യം, പിന്നെ ചെയ്തില്ല എന്ന കാര്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്ത് മാറ്റാണ് വരുത്തേണ്ടത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് മാറ്റാണ് വരുത്തേണ്ടത്? അതിന്റെ തുടക്കത്തിൽ എന്തായാലും മാ കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നെക്രോൽ മിസാലമിൻ വാലി. ഈ ഉദാഹരണം നോക്കിയിട്ട് അതേ മോഡല് ബാക്കിയുള്ളത് എഴുതാനാണ്. ഓക്കെ, മാ ദറസ പ്ലസ് ഹിയ, മാ ദറസ പ്ലസ് ഹിയ എങ്ങനെയാണ് വരിക? മാ ദറസത്ത് എന്നാ വരിക. ഓക്കെ, പിന്നെ ദറസ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? മാ ദറസ പറഞ്ഞാൽ പഠിച്ചു, മാ ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചില്ല. മാ ദറസ പ്ലസ് ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ ആരാ? അവൾ. അപ്പൊ മാ ദറസ പ്ലസ് ഹിയ, അപ്പൊ എങ്ങനെ വരും? മാ ദറസത്ത്, അവൾ ഒരു സ്ത്രീ പഠിച്ചില്ല എന്ന് വരും. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ. മാ കത്തബ, എഴുതിയിട്ടില്ല. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ എഴുതിയിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇപ്പൊ ഇത് സൊറഫാക്കിയാൽ മതി. ഇത് സൊറഫാക്കിയിട്ട് ഹുമ്മ നൊമീർ വരുന്ന ഒരു ഏരിയ ഉണ്ടാവില്ലേ, അത് നമുക്കറിയാലോ. അവിടെ നിർത്തിയാൽ മതി. ഹുമ്മ വരുന്നത് മൂന്നാമത്തതാണ്. അപ്പൊ മാ കത്തബ മാ കത്തബു എന്നാവുമ്പോ അവിടെ നിർത്താം. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാരാണ്. അപ്പോ മാ കത്തബു എന്ന് പറഞ്ഞാൽ അവർ കുറെ പുരുഷന്മാർ എഴുതിയില്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇനി അതേപോലെ ബാക്കിയുള്ളതും ചെയ്യാനാണ്. ഇനി പിന്നെ ഇവിടെ പുതിയ ഫീലുകൾ കാണും. ഇദ്റസ, കത്തബ. അപ്പൊ ഇതില് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നാവും. അപ്പൊ അത് അറിയാത്ത വേർഡ്സ് എഴുതി വെക്കാൻ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിക്ഷണറി പോലുള്ള ഒരു സംഭവം കണ്ടെത്തി കഴിഞ്ഞാൽ പുതിയ വേർഡുകളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റീസിൽ നമ്മൾ കുറെ വേർഡ്സ് പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതല്ലാത്ത അതിലുള്ള വേർഡ്സ് ആയിരിക്കും കുറെ വരിക. ഇനി അതിലില്ലാത്ത വേർഡ്സ് വരുമ്പോൾ അതുകൂടി ആ ഡിക്ഷണറിയിലേക്ക് നമ്മളെ എഴുതി വെച്ച് ആ ഭാഗത്തേക്ക് കൂട്ടിച്ചേർത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ മാ സെമിയ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക. മാ സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഹും എന്ന് പറഞ്ഞാൽ അവര്. അപ്പൊ മാ സെമിയ പ്ലസ് ഹും എങ്ങനെ വരും? അവര് കേട്ടിട്ടില്ല എന്ന് എങ്ങനെ പറയും? മാ സെമിഉ എന്നാണ് പറയാ, അവര് കേട്ടിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. മാ ജലസ. ജലസ എന്ന് പറഞ്ഞാല് ഇരിക്കരുതെന്നാണോ? അത് മാദിയാണ്. മാദിയാകുമ്പോ എങ്ങനെ അർത്ഥം വരിക?
യെസ് യെസ്. ഇരിക്കരുത് എന്നല്ല, ഇരിക്കരുതെന്ന് പറഞ്ഞാൽ അത് മാറി, അതെന്തായി, നഹിയായി. ഓക്കെ, ഇത് നഹിയല്ല, ഇതെന്താണ്, മാലിയാണ്. അപ്പൊ മാ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടില്ല എന്നാ, ഇരുന്നിട്ടില്ല. ഹുന്ന എന്ന് പറഞ്ഞാലോ, ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടാണോ? ആ, കുറെ സ്ത്രീകൾ. അപ്പൊ മാ ജലസ പ്ലസ് ഹുന്ന, അവർ കുറെ സ്ത്രീകൾ ഇരുന്നിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഒറ്റ വേർഡാക്കിയിട്ട് പറയാൻ പറ്റും? യെസ്, മാ ജലസ്ന എന്നാ വരിക. മാ ജലസ, മാ ജലസ, മാ ജലസു, മാ ജലസത്ത്, മാ ജലസത്ത, മാ ജലസ്ന. ഓക്കെ, ഇനി അപ്പൊ അത് ക്ലിയർ ആയി. ഇനി മാ ഹസുന ഉണ്ട്, മാ ഹസുന. ഹസുന എന്ന് പറഞ്ഞാൽ ഭംഗിയാവുക അർത്ഥം. ഹസുന എന്ന് പറഞ്ഞാൽ ഭംഗിയാവുക എന്നാ. മാ ഹസുന എന്ന് പറഞ്ഞാൽ ഭംഗിയായില്ല എന്നാണ് അർത്ഥം വരിക. അൻതുന്ന എന്ന് പറഞ്ഞാലോ, അൻതുന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കുറെ സ്ത്രീകൾ. അപ്പൊ നിങ്ങൾ കുറെ സ്ത്രീകൾ ഭംഗിയായില്ല എന്നെങ്ങനെ വരും, എങ്ങനെ പറയും? ഉം. ഒന്നെല്ലാരും ആഹാ, നിങ്ങൾ സൊറഫാക്കി നോക്കൂ. മാ മാ ഹസുന, മാ ഹസുന അങ്ങനെ സൊറഫാക്കി വെക്കൂ, അപ്പൊ അവിടെ എത്തും. അൻതുന്നന്റെ സ്ഥലത്തുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് നോക്കാം. മാ ഫഅല, മാ ഫഅല, മാ ഫഅലു, മാ ഫഅലത്ത്, മാ ഫഅലത, മാ ഫഅൽന. പിന്നെ മാ ഫഅൽത, മാ ഫഅൽതുമാ, മാ ഫഅൽതും, മാ ഫഅൽതി, മാ ഫഅൽതുമാ, മാ ഫഅൽതുന്ന. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോ മാ ഹസുന, മാ ഹസുന, മാ ഹസുനു, മാ ഹസുനത്ത്, മാ ഹസുനത്ത, മാ ഹസുന്ന, മാ ഹസുൻത, മാ ഹസുൻതുമാ, മാ ഹസുൻതും, മാ ഹസുൻതി, ഹസുൻതി. അവിടെ നൂനിന് സുക്കൂനാണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? ഫഅല എന്ന് എഴുതുമ്പോ ഈ ലാമിന്റെ സ്ഥാനത്താണ് ഇവിടെ ഹസുന എന്ന് എഴുതുമ്പോ നൂന് വന്നത്, അല്ലേ? അങ്ങനെയല്ലേ വരിക? ഫഅലക്ക് 3 ലെറ്റർ ആണ്, ഹസുനക്കും 3 അക്ഷരങ്ങളാണ്. ഇപ്പൊ അവിടെ ഫഅല എന്ന് എഴുതുമ്പോ ഫ ഹാന്റെ സ്ഥാനത്ത്, ഐന് സീന്റെ സ്ഥാനത്ത്, ലാമ് നൂന്റെ സ്ഥാനത്ത്, അല്ലേ? അപ്പൊ മാ ഫഅൽത, മാ ഫഅൽതുമാ, മാ ഫഅൽതും, മാ ഫഅൽതി, മാ ഫഅൽതുമാ, മാ ഫഅൽതുന്ന. മാ ഫഅൽതുന്ന എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് ഫഅലായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെയുള്ള മാറ്റം എന്താ? ഇവിടെ കണ്ട് ഈ ഹസുനന്റെ സീനിന് ലൊമ്മാണ് ഇട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതവിടെ നിലനിർത്തണം. അതിപ്പോ സെമി ആവുമ്പോ എങ്ങനെ വരിക, നമ്മൾ സുറഫാക്ക? സെമിയ, സെമിയ, സെമിയു എന്നാണ്. ഫഅല ആവുമ്പോ അതിന്റെ ഐൻഫീൽ എന്നാ പറയാ. ഐൻഫീലിന് എന്താണ്? ഫത്ത്ഹാണ്. അപ്പൊ ഫഅല, ഫഅല സുറഫാക്കി. സെമിയ കെസർ ആവുമ്പോ സെമിയ, സെമിയ എന്ന് സുറഫാക്കാം. ഇനി ലൊമ്മ ആവുമ്പോ ഹസുന, ഹസുന, ഹസുനു എന്നാ സുറഫാക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ നടുവിലെ ലെറ്റേഴ്സിന്റെ പ്രത്യേകത അവിടെ തന്നെ നിന്നോട്ടെ. ബാക്കിയുള്ളത് ഇപ്പൊ എങ്ങനെയാവും? ഫഉൽത, ഹസുൻത, ഹസുൻതുമ, ഹസുൻതും, ഹസുൻതി, ഹസുൻതുമ, ഹസുൻതുന്ന എന്നാ വരിക. ഓക്കെ, ഹസുൻതുന്ന എന്നാണ് ഇവിടെ വരിക. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? പിന്നെ മാ ഫത്തഹ ഉണ്ട്. മാ ഫത്തഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറക്കുവാണ്. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറക്കുവാന്ന. അപ്പൊ മാ ഫത്തഹ പ്ലസ് ഹിയ, അതിന്റെ അർത്ഥം എങ്ങനെ വരും? മാ ഫത്തഹ പ്ലസ് ഹിയ,
അതിന്റെ അവൾ തുറക്കരുത് എന്ന് പറയുമ്പോൾ മാതിയാണോ ആവുന്നത്? തുറക്കരുത് എന്നാണോ? യെസ് യെസ്. അപ്പൊ വേർഡ് എങ്ങനെ വരിക? ഈ ഫീൽ എങ്ങനെ വരിക? അങ്ങനല്ല ഞാൻ ചോദിച്ചത് മാ ഫത്തഹ പ്ലസ് ഹിയ. മാ ഫത്തഹ അവളൊരു സ്ത്രീ തുറന്നില്ല. ഓക്കെ. ഇനി 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 നമുക്ക് അതിന്റെ കൂടെ വേറൊരു സാധനം കൂടി കൂട്ടാം. അവൾ പുസ്തകം തുറന്നില്ല എന്നാണ് വരേണ്ടത് ഇവിടെ. അപ്പൊ എന്താ നമ്മൾ കൂട്ടേണ്ടത്? മാ ഫത്തഹത്ത് കിതാബത്തൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുക അറബിയില്. അപ്പൊ അതിന്റെ ഒരു ഫീലാണ് ഒരു സെന്റൻസ് ആവണമെങ്കിൽ എന്താണ് ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും വേണ്ടി വരുമല്ലോ. അപ്പൊ അവൾ പുസ്തകം തുറന്നില്ല. അപ്പൊ അതിങ്ങനെ ചെറിയൊരു ഭാഗം. ഇപ്പൊ മാ ഫത്തഹ കിതാബത്ത് എന്ന് പറഞ്ഞാല് പുസ്തകം എന്നായി. അപ്പൊ അവള് കിതാബ് തുറന്നില്ല. ഇനി അതിന്റെ മുമ്പ് ഒരു പേരാണ് കൂട്ടേണ്ടതെങ്കിലേ ഫാത്തിമ മാ ഫത്തഹത്ത് കിതാബത്തൻ. ഫാത്തിമ എന്ത് തുറന്നില്ല? കിതാബ് തുറന്നില്ല. ഓക്കെ. മാ ഫത്തഹത്ത് ഫാത്തിമത്തുൻ കിതാബത്തൻ. ഫാത്തിമ കിതാബ് തുറന്നില്ല എന്ന് പറയും. ഓക്കെ. ഇനി മാ നദറ അൻത. ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഇത് സിമ്പിൾ ആണല്ലോ അല്ലേ? ബാക്കി ചെയ്യണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എഴുതി പഠിക്കുമ്പോ എന്ത് ചെയ്യും? കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇനി ഉദാഹരണം നോക്കൂ. ഇത് ജമ്മിന്റെ സ്കെയിലേക്ക് ആക്കാനാണ്. കണ്ടോ? മാ നസറ കൊടുത്തു. നസറ എന്ന് പറഞ്ഞാൽ സഹായിക്കാന്ന. മാ നസറ പറഞ്ഞാൽ സഹായിക്കാന്ന. മാ നസറ പറഞ്ഞ അവൻ ഒരു പുരുഷൻ സഹായിച്ചില്ല എന്നായിരുന്നു. അപ്പൊ അത് ജമ്മാക്കിയപ്പോ എന്തായി? മാ നസറു അവർ കുറെ പുരുഷന്മാർ സഹായിച്ചില്ല എന്ന് വന്നു. മാ നസറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു സ്ത്രീ സഹായിച്ചില്ല എന്നായിരുന്നു. മാ നസർന എന്നാക്കിയപ്പോ അവൾ കുറെ സ്ത്രീകൾ അവർ കുറെ സ്ത്രീകൾ സഹായിച്ചില്ല എന്ന് വന്നു. മാ നസർത്ത നീ സഹായിച്ചില്ല. മാ നസർത്തും നിങ്ങൾ സഹായിച്ചില്ല. മാ നസർത്തി നീ ഒരു സ്ത്രീ സഹായിച്ചില്ല. മാ നസർത്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ സഹായിച്ചില്ല. മാ നസർത്തു ഞാൻ സഹായിച്ചില്ല. മാ നസർന എന്ന് പറഞ്ഞാല് ഞങ്ങൾ സഹായിച്ചില്ല. അത് ഈ ഫീലുകൾ ഉപയോഗിച്ചത് മാറ്റി എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോ മാ നദറ മാ നദറു അങ്ങനെ ആക്കാം. നദർ എന്ന് പറഞ്ഞാൽ നോക്കാണ്. നദറ എന്ന് പറഞ്ഞാൽ അപ്പൊ മാ നദറ പറഞ്ഞാൽ അവൻ നോക്കിയില്ല. മാ നദറു എന്ന് പറഞ്ഞാൽ അവർ നോക്കിയില്ല. ആ രീതിയിലേക്ക് അതിന്റെയും ജമ്മ് എഴുതാനാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി മാ ദറബ എന്ന് പറഞ്ഞാല് അടിച്ചില്ല. മാ ദറബു എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ അടിച്ചില്ല. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതുക. ലബിസ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക. ജറഹ എന്ന് പറഞ്ഞാല് ജറഹ എന്ന് പറഞ്ഞാല് മുറിവാക്കുന്നതിനാ പറയാം. ഓക്കെ. അപ്പോ ഇതും ആക്ടിവിറ്റിയാണ്, ചെയ്യാനുള്ളതാണ്. ഇനി താഴെ പറയുന്ന ഫീലുകൾ എന്താക്കാം? വാഹിദിന്റെ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ തന്നിരിക്കുന്നത് എന്തല്ല? ഏകവചനമല്ല. ഏകവചനാക്കി ആയിട്ട് എഴുതണം. മാ സ്വഹിബ അവർ രണ്ടുപേർ സഹവസിച്ചില്ല എന്നർത്ഥം. അപ്പൊ അതിന്റെ വാഹിദ് എന്താണ്? മാ സ്വഹിബ എന്ന് പറയലാണ്. ഓക്കെ. മാ സ്വഹിബത്താന്നുണ്ട്. മാ സ്വഹിബത്ത് എന്നാണ് അവിടുത്തെ വഹദാന്. മാ സ്വഹിബ്തുമ എന്നാവുമ്പോൾ മാ സ്വഹിബ്ത എന്നായിരിക്കും. മാ സ്വഹിബ്തുമ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പറഞ്ഞത് മുദക്കറാണ്, പറഞ്ഞത് മുഅന്നസാണ്. ഓക്കെ.
അതുപോലെ ഈ ബ്രാക്കറ്റിലുള്ള സാധനങ്ങളും അതേപോലെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. ആദ്യം അതിന്റെ തസ്നി എഴുതുക, പിന്നെ അതിന്റെ ഏകവചനം എഴുതുക, വാഹിദായിട്ടുള്ള ഫോം എഴുതുക. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഇനി അവസാനം അതിന്റെ മാഹിയത്ത് എഴുതാനാണ്. മാഹിയത്ത് എന്ന് പറഞ്ഞാല് മാഹിയത്ത് സീറ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഇവിടെ കണ്ടല്ലോ, ഒരു വേർഡിന്റെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടാവും. ഇത് എന്താണ് സാധനം എന്നുള്ളൊരു നിർവചനം പോലെ എഴുതിയിട്ടുണ്ടാവും. ഇത് മാദി മാറൂഫ് മംഫിയാണ്, മുത്തക്കല്ലിമീന മുത്തക്കല്ലിമീന മുത്തക്കല്ലിമീനി വൽ മുത്തക്കല്ലിമീന മിനൽ ദുക്കൂരി വൽ ഇനാസ് ദമീറു ലഹ്നം. അപ്പൊ ഇതിനാണ് എന്താ പറയാ, മാഹിയത്ത് എന്ന് പറയാം. ഇതിനാണ് മാഹിയത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? എന്ന് പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇന്നത്തെ വിഷയം എന്തായിരുന്നു? എങ്ങനെ മാദി മാറൂഫ് മുസ്ബത്തിനെ മാദി മംഫി ആക്കാം എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. മാദി മാറൂഫ് മുസ്ബത്തിനെ എങ്ങനെ മാദി മാറൂഫ് മംഫി ആക്കാം എന്നതായിരുന്നു ഇന്നത്തെ ചർച്ച. ഓക്കെ, അപ്പൊ മാദി മാറൂഫ് മംഫി എങ്ങനെ ആക്കുക? തുടക്കത്തിൽ മാ കൂട്ടി ചേർത്ത് കൊടുത്താല് എന്ത് ചെയ്യും? മംഫി ആകും. പിന്നെ അതിന്റെ വ്യത്യസ്ത ഫോമുകൾ നമ്മൾ എന്തായി സർഫാക്കി. മാഫാല മാഫാല തുടങ്ങിയിട്ടുള്ള ഫോമുകൾ സർഫാക്കി. ഓക്കെ, പിന്നെ അതിന്റെ ആക്ടിവിറ്റീസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തറാവും? ഈ ആക്ടിവിറ്റീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നഹ്വ് പഠിക്കുമ്പോൾ, സർഫ് പഠിക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ ഫാല മാത്രം പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇത് മാഫാല മാഫാല എന്നൊക്കെ പറഞ്ഞത് കേവലം സ്ട്രക്ചർ മാത്രമാണ്. പല ഫീലുകൾ. ഒരു ഭാഷ എന്ന് പറയുമ്പോൾ വൊക്കാബുലറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പദസമ്പത്ത് എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രത്തോളം വാക്കുകൾ നമുക്കറിയാം, അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ കണ്ടാൽ വായിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. അപ്പൊ അതിനുള്ളൊരു തുടക്കത്തിലുള്ളൊരു മാധ്യമം മാത്രമാണ് ഈ മാഫാലയും ഫാലയും അതേപോലുള്ള അതിന്റെ പല തസറുഫാത്തുകളൊക്കെ, പല സർഫുകളും. ഓക്കെ, ഇനി അതിന്റെ അടുത്തൊരു ഫസിലാണ്, അടുത്തൊരു ചാപ്റ്റർ ആണ്. അത് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതും കൂടി നമുക്ക് പറയാം. അപ്പൊ അടുത്തൊരു ഫസിലാണ് മാദി മജ്ഹൂല് മുസ്ബത്ത്. മാദി മജ്ഹൂല് മുസ്ബത്ത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് മാദി മാറൂഫ് മുസ്ബത്ത് ആയിരുന്നു. പിന്നെ പറഞ്ഞത് മാദി മാറൂഫ് മംഫിയാണ്. ആദ്യം പറഞ്ഞത് മാദി മാറൂഫ് മുസ്ബത്ത്, പിന്നെ പറഞ്ഞത് മാദി മാറൂഫ് മംഫി അല്ലേ? അപ്പൊ അവിടെ അതിന്റെ രണ്ടിന്റെ ലാസ്റ്റ് ആയിരുന്നു മാറ്റുണ്ടായത്. രണ്ടും മാദി മാറൂഫ് ആണ്, ഒന്ന് മുസ്ബത്ത് ആണ്, ഒന്ന് മംഫി ആണ്. ഓക്കെ, അതായിരുന്നു മാറ്റം ഉണ്ടായിരുന്നത്. ഇവിടെ ഇനി നേരെ എന്തായി? ഫീല് മാദി മജ്ഹൂല് മുസ്ബത്തായി. ഇതും നമ്മൾ ആദ്യത്തെ ഫസിൽ എടുക്കുമ്പോൾ അതിന്റെ രണ്ടിനെ മാറ്റം എവിടെയുള്ളത്? നടുവിലാണ് മാറ്റം വന്നത്. അപ്പൊ അത് മാറൂഫ് ആയിരുന്നു, ഇത് മജ്ഹൂലാണ്. മജ്ഹൂലിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പൊ മാറൂഫ് മജ്ഹൂൽ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഓർമ്മയൊന്നുമില്ലേ? മാറൂഫ് അറിയപ്പെട്ടത് എന്തിനറിയപ്പെട്ടത്? ഫായിലിന് അറിയപ്പെട്ടത്. ഇത് ആരാണ് ചെയ്തതെന്ന് അറിയപ്പെട്ടത്. അപ്പൊ ഇവിടെ ഈ പ്രവൃത്തി ചെയ്ത ആളാരാന്ന് അറിയില്ല. അങ്ങനെ ഒരു ഫീല് പറയണമെങ്കിൽ അതിനാണ് എന്ത് യൂസ് ചെയ്യാം? ഫുഇല യൂസ് ചെയ്യാം. ഈ ഫഅല എന്നതിൽ മാറ്റം എന്താ? ഫഅല എന്നതിൽ ആദ്യത്തെ ഇതിന് ലൊമ്മ് ചെയ്തപ്പോ ഫുഇല എന്നായി. ആദ്യത്തേന് ലൊമ്മ ചെയ്തു, രണ്ടാമത്തേന് കസ്ർ ചെയ്തു. ഫഅല എന്നുള്ളത് മാറ്റിയിട്ട് ഫുഇല എന്നായി. ഫഅല മാറ്റിയിട്ട് ഫുഇല എന്നായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഫഅല മാറിയിട്ട് ഫുഇല എന്നായി. അപ്പോ അതിന്റെ അർത്ഥം എങ്ങനെ മാറി?
ഫുഇല ഫഅല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ചെയ്തു എന്നായിരുന്നു അർത്ഥം. ഫുഇല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ചെയ്യപ്പെട്ടു എന്നായി അർത്ഥം. ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാല് മീൻസ് അയാളല്ല ചെയ്തത്. മീൻസ് ഓപ്പറേഷൻ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, ഓപ്പറേഷത്തിന് വിധേയനായി എന്നൊക്കെയാണ് അങ്ങനെ അർത്ഥം പറയാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അർത്ഥം വെക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എല്ലായിടത്തും ഈ അർത്ഥം ഫിറ്റ് ആവണമെന്നില്ല. ഇപ്പൊ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന അർത്ഥം. ഓക്കെ, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന അർത്ഥം. അവിടെ ജുലിസ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല മീൻസ് അതിനൊരു പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇരിക്കപ്പെട്ടു എന്ന് പറയോ? ഇരിക്കപ്പെട്ടു എന്ന് പറയില്ലല്ലോ. അപ്പൊ അത് എങ്ങനത്തെ ഫീലുകളിലേക്കാണ് ഇത് യൂസ് ചെയ്യുക? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരാളെ മീൻസ് തഹദിയത്ത് എന്ന് അതിന് പറയാം. അടുത്തൊരാളിലേക്ക് ആ പ്രവർത്തനത്തിന്റെ റിസൾട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫീലിനെ ഈ മജ്ഹൂൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് അടി കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരാളെ അടിച്ചു, അപ്പൊ വേറൊരാൾ അടി കൊണ്ടു. അപ്പൊ എന്നെ അടിച്ച ആളെന്നും അയാൾ അടിക്കപ്പെട്ട ആളെന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി കൊല്ലുക, കൊല്ലപ്പെടുക, അപ്പൊ അതും നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. ആ ഫീലിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മജ്ഹൂലായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പൊ കൊന്ന ആളും ഉണ്ടാവും, കൊല്ലപ്പെട്ട ആളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ അതാണ് ചെയ്യാന്ന് പറഞ്ഞാല് ചെയ്യപ്പെടുക. അതിന് രണ്ട് രീതിയിലാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ ഫുഇല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യപ്പെട്ടു എന്ന അർത്ഥം. അപ്പൊ ഇവിടുത്തെ ഫായിലിനെ അവിടെ പറയുന്നില്ല. പക്ഷെ ഇവിടെ നൊമീർ ഉണ്ട്. ഇവിടെ നമീർ ഹുവ ആണ്. മീൻസ് അത് ആരെ പറ്റിയാണ് പറയണത്? ഈ ചെയ്യപ്പെട്ട ആളെ പറ്റിയാണ്. മീൻസ് അടിക്കപ്പെട്ടു, ഒരാൾ അടിക്കപ്പെട്ടു. അപ്പൊ ഇതിന് ദുരിബ എന്ന് പറയും. അപ്പോ അവൻ അടിക്കപ്പെട്ടു. ദുരിബ സെയ്ദൻ, സെയ്ദ് അടിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടെ അടിച്ച ആളാരാണെന്ന് പറഞ്ഞില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? സെയ്ദിന് അടി കിട്ടിയിട്ടുണ്ട്. ആരാണോ അവനെ തല്ലിയെന്ന് അറിയില്ല, പക്ഷെ അടി കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അതേപോലെ പറയാൻ പറ്റും നുരിബ്തു, ഒരു തിരക്കുള്ള സ്ഥലത്തൂടെ നമ്മൾ പോവാണ്. അങ്ങനെ എന്ത് ചെയ്യും? ആരോ നമ്മളെ അടിച്ചു, അപ്പൊ അറിയില്ല ആരാണ് അടിച്ചതെന്ന്. നുരിബ്തു, ഞാൻ അടിക്കപ്പെട്ടു, പക്ഷെ ആരാണ് അടിച്ചതെന്ന് അറിയില്ല. ഇരുട്ടടിയായിരുന്നു, കണ്ണ് കെട്ടിട്ട് അടിച്ചാണ്, അല്ലെങ്കിൽ കറണ്ട് പോയപ്പോ അടിച്ചാണ്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് പറയാം? നുരിബ്തു, നുരിബ്ന എന്നൊക്കെ പറയാം. മീൻസ് അടിക്കപ്പെട്ടു, ആരാണ് അടിച്ചതെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ അതാണ് മജ്ഹൂൽ എന്ന് പറഞ്ഞാല് കേട്ടോ. മജ്ഹൂൽ എന്ന് പറഞ്ഞാല് ചെയ്ത ആളെ അറിയില്ല, ചെയ്യപ്പെട്ട ആളെ അറിയാം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് മജ്ഹൂലാക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് മജ്ഹൂലാക്കുക? മീൻസ് ഫഅല എന്നതിൽ ഈ ഫഅല എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ മൂന്ന് അക്ഷരങ്ങളാണ്. ഇതിൽ മാ കൂട്ടുമ്പോൾ എന്തായി? ഒരർത്ഥം മാറി, പോസിറ്റീവ് അർത്ഥം നെഗറ്റീവ് അർത്ഥമായി. അതേപോലെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ മുസ്ബത്ത് അല്ല മാറൂഫ് ആയത് മജ്ഹൂലാവും. ആ മാറ്റം എന്താണെന്നാണ് ഫസ്റ്റ് വരി കണ്ടോ ഇതിൽ വിശദീകരിക്കുന്നത്. മാദി മാറൂഫിനെ മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ, മാദി മാറൂഫാണെന്ത്? ഫഅല എന്നതുള്ളത്. അതിന് മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ ആ ഫഅല എന്നൊരു സാധനം എടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യാം? ഫളുമും ഫാൽ ഫീലി, ഫാ ഫീലിനെ, ഫാ ഫീൽ എന്ന് പറഞ്ഞാൽ ഫായിന്റെ സ്ഥാനത്തുള്ള ആ ലെറ്ററിനെയാണ് ഉദ്ദേശിച്ചത്. ഫാൽ ഫീലി, ഫീലിന്റെ ഫായിനെ, ഫീലിന്റെ ഫായിനെ, ഫാ എന്ന് പറഞ്ഞാൽ ഫായിന്റെ സ്ഥാനത്തുള്ള ആ ലെറ്റർ, അതിനെ ലൊമ്മ് ചെയ്തോ. ഫളുമും എന്ന് പറഞ്ഞാൽ നീ ലൊമ്മ് ചെയ്തോ. വക്സിർ ഐനൽ ഫീലി, ഐനിന്റെ സ്ഥാനത്തുള്ള ഫീലിനെ, ഫഅലയിലെ രണ്ടാമത്തെ അക്ഷരമാണല്ലോ ഐന്, ആ സ്ഥാനത്തുള്ള ഫീലിനെ എന്തായിക്കോ? കസ്ർ ചെയ്തോ. തക്കൂലു. അപ്പൊ ഫഅല എന്നുള്ളതിന്റെ ഫസ്റ്റ് ലൊമ്മും സെക്കൻഡ് കസ്റും ചെയ്യുമ്പോൾ എന്തായി? ഫുഇല എന്നായി. അപ്പൊ ഫുഇല എന്നായാൽ എന്തായിരിക്കും അർത്ഥം വരിക? അവൻ ഒരു പുരുഷൻ ചെയ്യപ്പെട്ടു എന്നായിരിക്കും അർത്ഥം വരിക. ക്ലിയർ ആയോ? ഓക്കെ, ഫുഇല, ഫുഇല ഇതും ഫഅല പോലെ തന്നെ ഉള്ള ഫീലാണ്. ഫുഇല, ഫുഇല, ഫുഇലു, ഫുഇലത്ത്, ഫുഇലത്ത, ഫുഇൽന, ഫുഇൽത, ഫുഇൽതുമാ, ഫുഇൽതും, ഫുഇൽതി, ഫുഇൽതുമാ, ഫുഇൽതുന്ന, ഫുഇൽതു, ഫുഇൽന. ഓക്കെ, ഇതിന്റെയൊക്കെ ഹുവ, ഹുമാഹും അതേപോലെ അർത്ഥം വരും. ഇപ്പൊ ഈ ഫുഇല വെച്ചിട്ട് ഇതിന്റെ അർത്ഥം അത്ര മനസ്സിലാവുന്നില്ലെങ്കിലും നുരിബ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ കുത്തില വെക്കുമ്പോ ദുരിബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക?
ലൊറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാ. ലുരിബ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും അർത്ഥം വരിക? അടിക്കപ്പെട്ടു. അപ്പൊ ലുരിബത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം വരിക? ലുരിബ, ലുരിബ, ലുരിബു, ലുരിബത്ത്. അവളൊരു സ്ത്രീ അടിക്കപ്പെട്ടു എന്ന് അർത്ഥം വരാം. ഇനി ലുരിബ്ന എന്നാണെങ്കിലോ? ലുരിബ്ന. ഞാനോ? ലുരിബൻ സർഫാക്കി നോക്കി നിങ്ങള്, മനസ്സിലാവും. ലുരിബ, ലുരിബ, ലുരിബു എന്ന് പറഞ്ഞ് സർഫാക്കി നോക്കി. എന്നിട്ട് ലുരിബിന് എത്തുമ്പോ നിർത്താം. ലുരിബിന, നീട്ടാനില്ല. ലുരിബിന. എങ്ങനെ? അവർ ഒരുപാട് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ആ, യെസ്. അവർ കുറെ സ്ത്രീകൾ അടിക്കപ്പെട്ടു എന്നാണ് ലുരിബിന എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ആരാ അടിച്ചതാരാ? അടിച്ചാരാ ഇവിടെ പറയുന്നില്ല. അറിയാം അറിയാതിരിക്കാം. പക്ഷെ ഇവിടെ നമ്മള് പറയണതിന്റെ ഉദ്ദേശം എന്തല്ല, അവരെ പറ്റി പറയല്ല. ഇവർക്ക് അടി കിട്ടുന്നേ നമ്മുടെ ഇവിടുത്തെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫീല് കൊണ്ട് നമ്മൾ അർത്ഥാക്കുന്നുള്ളൂ. ഓക്കെ, ബസ്. ഫുഇൽത, ഫുഇൽതുമ, ഫുഇൽതും. ഈ ഫുഇൽത്തി എന്ന് പറഞ്ഞാലോ? ലുരിബുത്തി. ലുരിബുത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഒരു സ്ത്രീ അവളാണോ നീയാണോ? യെസ് യെസ്. നീ ഒരു സ്ത്രീ അടിക്കപ്പെട്ടു എന്നാണ് ലുരിബുത്തി എന്ന് പറഞ്ഞ അർത്ഥം വരിക. ഇനി ലുരിബുത്തു, ലുരിബിന. ലുരിബിന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം വരിക? ഞങ്ങൾ കുറെ പ്രയോഗിക്കപ്പെട്ടു. അടിപൊളി. അപ്പോ ഇനി ലുരിബ നമ്മൾ പറഞ്ഞല്ലോ. ഇനി കുത്തിലയാണ് നമ്മളെ ഫീല്. ഓക്കെ, കുത്തിലയാണ് നമ്മളെ ഫീല്. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു, അല്ലേ? കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് എങ്ങനെ പറയാം? ഞാൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടിട്ട് ഞാനാണ് ഞാൻ. കുത്തിൽത്തു എന്നാണ് ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതും സർഫാക്കി നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? ക്ലിയർ ആവും. നമ്മള് ഇതുവരെ പഠിച്ച ഫീലുകളൊക്കെ വെച്ചിട്ട് ഇപ്പൊ കുറെ പുതിയ ഫീലുകൾ ഇങ്ങനെ എഴുതിയെടുക്കണ്ടല്ലോ. പിന്നെ എന്താ പറയാ, സജദ, ജലസ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫീലുകളൊക്കെ ഉണ്ട്. അപ്പൊ എഴുതി നോക്കുമ്പോ എന്ത് ചെയ്യും? മനസ്സിലാവും കാര്യങ്ങള്. ഓക്കെ, അപ്പോ ഇത്രയാണെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അതെനിക്കറിയില്ല. നമ്മളൊരു വേറെ ഉസ്താദ് ഉണ്ടല്ലോ. ഉസ്താദാണ് ഇതിന്റെ കാര്യങ്ങൾ